നഹി ആത്മം വ്യതിരേകേണ അന്യത് കിഞ്ചിത് അസ്തി. ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല, തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനോട് വിശദീകരിക്കുകയാണ്. ആത്മധി മാത്ര ഗമ്യാർത്ഥ തദന്യ അവഭാസതേ തദ്ദർശന നിഷേധാർത്ഥം ബ്രഹ്മേത്യാഹ പരാശ്രുതി. ഇവിടെ ആത്മാവാരെ ദൃഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസിതവ്യോ മൈത്രേയി ആത്മനുവാരെ ദർശനേന ശ്രവണേന മത്യാ വിജ്ഞാനേന ഇതം സർവം വിദിതം എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ബ്രഹ്മതം പരാദാ, അവനെ തിരസ്കരിക്കണം, അല്ലെങ്കിൽ അവൻ നശിക്കുന്നവനാണ്, അവന് പുരുഷാർത്ഥം നഷ്ടപ്പെടുന്നു എന്നെല്ലാം വീണ്ടും അതെന്തിനു പറയുന്നു? കാരണം ഇവിടെ ആത്മബോധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആത്മബോധത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ ബ്രഹ്മത്വം പരാദാ, അവനെ ബ്രാഹ്മണൻ തിരസ്കരിക്കണം, ക്ഷത്രിയൻ തിരസ്കരിക്കണം, ലോകങ്ങൾ തിരസ്കരിക്കണം. ആത്മധി മാത്ര ഗമ്യാർത്ഥ, ആത്മബോധം കൊണ്ട് എന്തിനാണ് ഗ്രഹിക്കേണ്ടത്? ആത്മാവിന് മറ്റൊന്നുമല്ല. അപ്പോൾ ഒരാൾക്ക് ആത്മബോധമുണ്ടെങ്കിൽ അയാൾ ആത്മാവിനെ മാത്രമേ ഗ്രഹിക്കാവൂ. അവിടെ ചോദ്യം വരും, അപ്പോൾ ഈ കാണുന്നതൊക്കെയോ? ആത്മബോധമുള്ളവരല്ലേ ശിഷ്യനെ ഉപദേശിക്കുന്നത്? അന്യനില്ലേ അവിടെ? ലോകമില്ലേ? ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ഈ കർണങ്ങളുടെ വ്യാപാരം, പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കാം. വീണ്ടും യുക്തി വരാം. ഇവിടെയും യുക്തി ആവശ്യമാണ്. പക്ഷെ ഇത് ആത്മദർശനം, ആത്മബോധത്തിന് വിരുദ്ധമായ യുക്തി വരാം. കാരണം ബുദ്ധിയുള്ളവർക്കുള്ള ഒരു കുഴപ്പം അതാണ്, അവരെപ്പോഴും യുക്തി പ്രയോഗിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കേവലമായ ബുദ്ധി, അതത്ര സൂക്ഷ്മമായാലും ആ ബുദ്ധി കൊണ്ടിത് ഗ്രഹിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഇത് മനസ്സിലാക്കും. അയാൾക്ക് ഈ ബോധം ഉണ്ടാവുമെന്ന് പറയാൻ വയ്യ. ബുദ്ധിയുള്ളതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഇതിന് വിരുദ്ധമായി ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതെങ്ങനെ സംഭവിക്കും? അത് ബുദ്ധിയുടെ ഒരു കുഴപ്പം. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അന്തർമുഖമായ ശ്രദ്ധ, അതാണ് ഇതിനാവശ്യം. ബുദ്ധി ഇവിടെ പ്രയോജനം ചെയ്തില്ല. അത് ചോദ്യം, വികല്പങ്ങൾ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. കാരണം വലിയ ബുദ്ധിമാന്മാർക്കും ഇത് ഗ്രഹിക്കാൻ കഴിയാത്ത ആത്മധീമാത്ര ഗമ്യാർത്ഥാത് യഹത്തദന്യോ ഭാസത. വീണ്ടും ആത്മബോധത്തെക്കുറിച്ച് ധരിച്ചതിന് ശേഷവും, ഇന്നതാണ് ആത്മബോധം എന്ന് ധരിച്ചതിന് ശേഷവും വീണ്ടും അന്യോഭാസത, വീണ്ടും ഭേദബുദ്ധി. തദ്ദർശന നിഷേധാർത്ഥം, ആ ബുദ്ധിയെ നിഷേധിക്കുന്നതിന് വേണ്ടി ബ്രഹ്മേത്യഹ പരാശ്രുതി. അതാണ് ഇവിടെ പരാശ്രുതി. വീണ്ടും ബ്രഹ്മ, അതായത് ബ്രഹ്മ, ഇവിടെ പറഞ്ഞുള്ള ബ്രഹ്മ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ. അവനവനെ നിഷേധിക്കണം, ഭേദബുദ്ധിയുള്ളവനെ. എന്നുവെച്ചാൽ ഞാൻ ബ്രാഹ്മണനാണെന്ന് അഭിമാനിക്കുന്നവനെ. ആത്മബോധം ഉള്ള ഒരുവന്
ആത്മാവ് ആണ് താനെന്ന് അറിഞ്ഞ ഒരുവന് അങ്ങനെ ഒരു ഭേദബുദ്ധി വരാൻ പാടുള്ളതല്ല. ഇവിടെ സർവവും അതെന്നാ പറയുന്നത്. ശ്രുതയും അതേ വിജ്ഞാതേ ഇതം സർവം വിദിതം പോയി. ഇതെല്ലാം അറിയുന്നു, സർവത്തെ ആത്മാവ് അറിയുന്നു. വീണ്ടും ഭേദബുദ്ധി. അപ്പൊ ഇത് നിഷേധിക്കുന്നതെന്ന് മനസ്സിലാക്കാമല്ലോ. അങ്ങനെയുള്ള ഭേദബുദ്ധി ഉണ്ടാകാം. ആത്മബോധത്തിന് ശേഷവും അങ്ങനെയുള്ളൊരു ഭേദബുദ്ധി ഉണ്ടാകാം. ആത്മബോധം എന്ന് പറയുന്നത് ഭേദബുദ്ധിയെ നിഷേധിക്കുന്നതല്ലേ. വീണ്ടും ആത്മബോധത്തിന് ശേഷം എങ്ങനെ ഭേദബുദ്ധി ഉണ്ടാകുന്നു ആണ് പറഞ്ഞത്. ബുദ്ധിമത്വം, ഒരാളുടെ ബുദ്ധിമത്വം, ഒരാളുടെ സംസ്കാരം, അയാൾക്ക് അങ്ങനെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ ആ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെയുള്ള വികല്പങ്ങളെ ഉണ്ടാകും. ആത്മതത്വം എന്താണെന്ന് അയാൾ ഗ്രഹിച്ചിരിക്കുന്നു. എന്നാലും തന്റെ പൂർവ്വവാസനക്കനുസരിച്ച് പ്രപഞ്ചപ്രതീതി പഴയതുപോലെ തന്നെ അനുഭവപ്പെടും. അപ്പോൾ ഈ ഭേദത്തെ വീണ്ടും കാണാൻ ശ്രമിക്കും. തത്വത്തിൽ അത് നിഷേധിച്ചു കഴിഞ്ഞു, പക്ഷെ പ്രതീതിയിൽ അത് നിലനിൽക്കുന്നു. അതാണ് പരമാർത്ഥത്തിൽ ഭേദമില്ലെന്ന് മനസ്സിലാക്കി. പക്ഷെ പ്രാതീതികമായ പ്രതീതിയിൽ അനുഭവത്തിൽ വരുന്ന ഭേദമുണ്ട്. അതിനെ ബുദ്ധി കൊണ്ട് നിഷേധിക്കാം, ബുദ്ധി കൊണ്ട് സമർത്ഥിക്കാം. രണ്ടിനും ബുദ്ധി ഉപയോഗിക്കാം. ബുദ്ധി കൊണ്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ അത് സർവ്വവിധത്തിലുള്ള ദ്വൈതത്തെയും നിഷേധിക്കും. അല്ല ബുദ്ധി കൊണ്ട് വീണ്ടും അതിനെ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ ഭേദത്തെ, അത് ആത്മബോധത്തിന്റെ ഒരു അപൂർണത എന്ന് പറയും. ആത്മബോധത്തിന്റെ ഒരു പൂർണ്ണത എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് പാരമാർത്ഥികമായ ജ്ഞാനം, മറ്റൊന്ന് വ്യാവഹാരികമായ ജ്ഞാനം എന്ന് പറയും. പാരമാർത്ഥികമായ തത്വം എന്നത് ഗ്രഹിക്കുന്നു, പക്ഷെ ലോകവ്യവഹാരത്തിൽ വ്യാവഹാരികമായ ജ്ഞാനത്തെ അവലംബിക്കുന്നു. ആ വ്യാവഹാരികമായ ജ്ഞാനത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? താൻ ദർശിച്ച ആ തത്വത്തിന്റെ നിലയിൽ നിന്നുകൊണ്ടാണോ വ്യവഹാരം അനുഷ്ഠിക്കേണ്ടത്? അതോ കേവലമായ പ്രതീതി, ഭ്രാന്തി അതിനെ ആശ്രയിച്ചിട്ടാണ്? അപ്പോൾ ചിത്തസംസ്കാരം അനുസരിച്ച് ചിലർക്ക് ഈ ഭ്രാന്തിയെ ആശ്രയിച്ച് വ്യവഹാരം തുടരണമെന്ന് തോന്നും. അപ്പോൾ ബാഹ്യമായ പ്രാതീതികമായ ഈ ഭേദത്തെ വീണ്ടും ആശ്രയിക്കും. അങ്ങനെ ആശ്രയിക്കുമ്പോൾ എതിർ തത്വത്തെയാണോ താൻ സാക്ഷാത്കരിച്ചത്, ആ തത്വത്തിന് യോജിക്കാത്ത കാര്യങ്ങളെയും അയാൾക്ക് വ്യവഹാരത്തിൽ അംഗീകരിക്കേണ്ടി വരും. അതിനെയും നിഷേധിക്കുന്നു, അതും പാടില്ല. അതാണ് ഇവിടെ ശ്രുതി ചെയ്യുന്നത്. തത്വബോധം, അതിന് യാതൊരു തരത്തിലുള്ള കലർപ്പും വരാൻ പാടില്ല. അതിന് അജ്ഞാനം തുടങ്ങിയ ദോഷങ്ങൾ അതിനെ ബാധിക്കാൻ പാടില്ല. പ്രതീതി അത് എപ്പോഴും ഭ്രമത്തിന്റെ ഒരു അവശിഷ്ടമാണ്. തത്വബോധത്തിന് ശേഷവും പ്രതീതി അവശേഷിക്കും. ഭാഷ്യകാരൻ പറയുന്നുണ്ടോ, ചക്രം കറക്കുന്ന നിർത്തിയാൽ അത് കറങ്ങിക്കൊണ്ടിരിക്കും. ആ കറക്കത്തെക്കുറിച്ച് അവിടെ പറയുന്നു. അവിടെ എന്ത് നിലപാടാണ്? ആണ് മുമ്പ് പറഞ്ഞ എന്താണ്? തത്വബോധത്തിന് ശേഷവും സർവവും ബ്രഹ്മം എന്നറിയുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു. തത്വബോധത്തിന് ശേഷം പിന്നെന്തറിയാനാണ്? പിന്നെന്താ സർവവും ബ്രഹ്മം എന്ന് പറയുന്നത്? തത്വബോധം തന്നെ അതാണല്ലോ. പറയുന്നു അങ്ങനെയല്ല. തത്വബോധത്തിന് ശേഷവും ഈ ശ്രവണം, ദർശനം, മനനം തുടങ്ങിയ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ആ പ്രവൃത്തികൾ പ്രാദേശികമായ ദ്വൈതത്തെ ആശ്രയിച്ചിട്ടാണ്. ആ ദ്വൈതത്തോട് എന്ത് നിലപാട് സ്വീകരിക്കണം? അവിടെയും അദ്വൈതം തന്നെ സ്വീകരിക്കും എന്നോ? അവിടെയും ആ അദ്വൈത ബോധത്തിനനുസരിച്ചുള്ള വ്യവഹാരം വേണം. അതാണ് ശ്രുതിയുടെ നിലപാട്. അതുകൊണ്ട് പറയുന്നു, അങ്ങനെയുള്ള അഭിമാനങ്ങളെല്ലാം ഉപേക്ഷിക്കണം. സർവ്വതരത്തിലുള്ള അത് വ്യവഹാരത്തിൽ പോടും പാടില്ല. തത്വബോധത്തിന് ശേഷവും അല്ല, തത്വബോധത്തിന് ശേഷം വ്യവഹാരത്തിൽ ഭേദബുദ്ധി തുടരാമെന്ന് പറയുന്നവരുണ്ട്. അതിനങ്ങനെ നിയമനം ചെയ്യാൻ കഴിയത്തില്ല. തത്വബോധത്തിന് ശേഷം ഒരാളെങ്ങനെയാണ് വ്യവഹരിക്കേണ്ടത്, അത് മറ്റൊരാൾക്ക് ഒരു നിയമം അതിനുണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് പുതിയ പറയുന്നൊരു പേരുണ്ടെന്നാണ് പ്രാരബ്ധം. പ്രാരബ്ധ കർമ്മം. ആ കർമ്മം അനുസരിച്ച് ഓരോരുത്തരും അവരവർ ചെയ്യേണ്ട രീതി പ്രവർത്തിച്ചോളും. അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പ്രതീതി ദ്വൈതമുള്ളതുകൊണ്ട് ദ്വൈതത്തെ ആശ്രയിച്ചുള്ള പ്രവർത്തനങ്ങളും ആകാം. തദ്ദർശന നിഷേധാർത്ഥം ഇവിടെ പറയുന്നു, അത് സാധ്യമല്ല. ആ പ്രതീതിയിലും അദ്വൈത തത്വത്തിന്റെ നിലയിൽ നിന്ന് തന്നെ വ്യവഹരിക്കണം, പ്രവർത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് തുടർന്നു വരുന്ന ശ്രുതി ഈ ഭേദബുദ്ധിയെ വീണ്ടും തത്വജ്ഞാനത്തിന് ശേഷം ആ ഭേദബുദ്ധിയെ നിരാകരിക്കുന്നു. ഇത് ശ്രുതിയുടെ താല്പര്യമാണ്. ഇതെല്ലാവരും ഇവിടെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനും ഇവിടെ ചർച്ച ചെയ്യുന്നു. സമസ്ത വ്യസ്തത തസ്മാ നൈവേഹ ശ്രുതിമാനത അനാത്മബുദ്ധി വിഷയം ഏതോ യത്നാൻ നിഷേധതി. പറയുന്നു, അനാത്മദൃഷ്ടി നിഷേധേന സ്വയൂഥ്യകൽപ്പനാവി നിരസ്ഥ. അദ്വൈതികളിൽ തന്നെ, സ്വയൂഥ്യം എന്ന് വെച്ചാൽ അദ്വൈതികൾ എന്ന് പറയുന്നവരിൽ തന്നെ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ആത്മബോധത്തിന് ശേഷം ആ വ്യവഹാരം എങ്ങനെയായിരിക്കണം? ആത്യന്തികമായി അതിന് പറയുന്ന സമാധാനം ഇതാണ്, പ്രാരബ്ധം. പ്രാരബ്ധം എന്ന് വെച്ചാൽ ആർക്കും നിർവചിക്കാൻ പറ്റത്തില്ല എന്താണ്. ഇവിടെ തത്വബോധത്തിന്റെ വെളിച്ചത്തിൽ അതിനെ നിർവചിക്കുകയാണ്. ഇവിടെ അദ്വൈതികളെ തന്നെ ഇവിടെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇവിടെ അത് കഴിഞ്ഞ് പിന്നീട് യാതൊരു തരത്തിലുള്ള ഭേദവും, അതിനോട് പറഞ്ഞത് സമസ്ത വ്യസ്തത. സമസ്തം വ്യസ്തം എന്നുള്ള തരത്തിൽ വരുന്ന ഭേദങ്ങൾ. ഒരാൾ പറയുന്നു, എന്റെ സ്വരൂപം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി, അത് സച്ചിദാനന്ദമാണ്. പക്ഷെ ഈ ലോകം, എന്റെ മുമ്പിൽ നിൽക്കുന്ന ലോകം, അത് അനർഥ ജഡ ദുഃഖരൂപമായി എന്നും അനുഭവപ്പെടുന്നതാണ് ഈ ശരീരം നശിക്കുന്നതുവരെ. അപ്പോൾ ഈ സമസ്തത്തിനോട് വ്യസ്തനായിരിക്കുന്ന എന്റെ നിലപാട് എന്തായിരിക്കും? അപ്പോൾ അദ്വൈതത്തിന്റെ ഒരു നീതിയാണോ അതേ ദ്വൈതത്തിൽ അവലംബിക്കുന്ന നീതിയാണ്? അദ്വൈതത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ഭേദത്തെ ആശ്രയിച്ചുള്ള ഒരു നീതിയല്ല. അദ്വൈതത്തെ അവലംബിക്കുന്ന നീതി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഭേദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ്. ഇതിലേതിനെ സ്വീകരിക്കണം? ഇവിടെ പറയുന്നു, അങ്ങനെ ഒരു തരത്തിലുള്ള ഭേദത്തെ സ്വീകരിക്കാൻ പാടില്ല. ശ്രുതിമാനത. ശ്രുതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? സർവവും ആ ബ്രഹ്മം തന്നെയാണ്. തത്വമസി എന്ന് ശ്രവിക്കുന്ന ശ്രോതാവ് മാത്രമല്ല. ഒരു തരത്തിലുള്ള ഭേദവും ഇവിടെയില്ല. അനാത്മബുദ്ധി വിഷയം. അതുകൊണ്ട് അനാത്മബുദ്ധി വിഷയമായ സർവത്തെയും യത്നാൻ നിഷേധതി. ശ്രുതി സർവശക്തിയും എടുത്ത് നിഷേധിക്കുകയാണ്. ഭേദത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ പോലും തത്വദൃഷ്ടിയെ ഉപേക്ഷിച്ചുള്ള ഒരു തരത്തിലുള്ള ഭാവനകളും
വ്യവഹാരങ്ങളും പാടില്ല. എല്ലാ വ്യവഹാരവും ആ തത്വദൃഷ്ടിയിൽ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട് സർവവും അതാണ് എന്നാണ്. കാര്യാത്മാ കാരണാത്മാച്ച ദോ ആത്മാനു പരാത്മനഃ പ്രത്യേക് യാഥാത്മ്യമോഹത്തു തന്നാശേ നശ്യതസ്തതഃ. ഇവിടെ ഒരു തരത്തിലുള്ള ഭേദത്തെ സ്വീകരിക്കാൻ പാടില്ല. കാര്യാത്മാ കാരണാത്മാ ഇങ്ങനെ എല്ലാം വേർതിരിക്കുന്നു. കാര്യകാരണ ബുദ്ധി, പ്രപഞ്ച വ്യവഹാരം എന്ന് പറയുന്നത് കാര്യകാരണ ബുദ്ധി ആശ്രയിച്ചിട്ടാണല്ലോ. ഈ കാര്യകാരണ ബുദ്ധി ബാഹ്യമായി നമുക്ക് ഈ തത്വത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ദൃഷ്ടാന്തമായി മാത്രം സ്വീകരിച്ചിരിക്കുന്നതാണ്. വെള്ളത്തിൽ നിന്ന് തിരയുണ്ടാകുന്നു, അതുപോലെ വെള്ളവും തിരയും അഭേദമാണ്. ഇത്തരത്തിൽ സർവത്ര കാര്യകാരണ അഭേദത്തെ ബോധിപ്പിക്കും ഒരു ദൃഷ്ടാന്തമായിട്ട്. അതുപോലെ പറയുന്നു, ഇതിനൊരു സൃഷ്ടികർത്താവുണ്ട്, അതിൽ നിന്ന് സൃഷ്ടി ഉണ്ടായി. ആ സൃഷ്ടികർത്താവിനോട് അഭിന്നമായിരിക്കുന്നു. ആദ്യം കാര്യകാരണങ്ങളെ സ്വീകരിച്ചിട്ട് അതിനെ നിഷേധിക്കും. ഒരു നിർഗുണമായ ബ്രഹ്മം, അതിൽ നിന്ന് ഒരു സഗുണബ്രഹ്മം ഉണ്ടായി. ഇത്തരത്തിൽ എല്ലാം പറയുന്ന ഈ ഭേദബുദ്ധികളെല്ലാം പ്രത്യേക യാഥാത്മ്യമോഹോത്സവം ആത്മബോധം ഇല്ലായ്മ കൊണ്ടുണ്ടായതാണ്. തന്നാശേ നശ്യതസ്തതഃ. അപ്പോൾ ഈ ഭേദവ്യവഹാരത്തിന് ആശ്രയമായിരിക്കുന്ന എല്ലാ ഭേദവും ആത്മബോധത്തിൽ നശിച്ചു പോകുന്നു. ആത്മബോധത്തിന് തടസ്സമായിരുന്ന ആ അറിവില്ലായ്മ അത് മാറുമ്പോൾ ഈ ഭേദബുദ്ധി നശിക്കുന്നു. ആത്മബോധത്തിന് ശേഷവും ഒരു തരത്തിലുള്ള ഭേദബുദ്ധിയും പാടില്ല. അപൂർവ അനുപരോക്തേഹി കാര്യകാരണാത ആത്മനഃ കുത പ്രമാണസംഭാവ്യ കാര്യകാരണ ഘസ്മരേ. ഈ കാര്യകാരണം എന്ന് പറയുന്നത് സ്വയം തന്നെ നശിച്ചു പോകുന്നതാണ്. അതിനെ നശിപ്പിക്കാൻ മറ്റൊന്നും വേണ്ട, അത് സ്വയം തന്നെ നശിപ്പിക്കുന്നതാണ്. ശ്രുതി പറയുന്നത് എന്താണ്? അപൂർവം അനപരം എന്നെല്ലാം പറയുന്നു. അതുകൊണ്ട് ആത്മാവിൽ ഇത്തരം കാര്യകാരണത്വമൊന്നുമില്ല, സർവഭേദശൂന്യമാണ്. ശ്രുതി അതിനെ അംഗീകരിക്കുന്നില്ല, അത് സ്വയം നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭേദബുദ്ധി ആശ്രയിച്ചുള്ള വ്യവഹാരവും ആത്മബോധത്തിൽ പാടില്ല. അതിന് പറയുന്നു, നൈതസ്മാത് ജായതേ കിഞ്ചിത് നായം ജാതകുതസ്ഥനഃ ആത്മേത്യവ ശ്രുതിർഭക്തി കാരണാദി നിഷേധകൃത്. ഇത് നൈതസ്മാത് ജായതേ കിഞ്ചിത്, ഇതിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല. നായം ജാതകുതസ്ഥ, ഇതൊന്നിൽ നിന്നും ഉണ്ടായതല്ല. പിന്നെയോ ആത്മേത്യവ ശ്രുതിർഭക്തി, ഇതെല്ലാം ഈ കാര്യകാരണ രൂപത്തിൽ അനുഭവപ്പെടുന്നതെല്ലാം ആത്മാ താൻ തന്നെയാണ്, തന്റെ സ്വരൂപം തന്നെയാണ് എന്നാണ് ശ്രുതി പറയുന്നത്. അത് കാര്യത്തെയും കാരണത്തെയും എന്നുവെച്ചാൽ ഭേദത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. സർവതരത്തിലുള്ള ഭേദത്തെയും അത് നിഷേധിക്കുന്നു. അതുകൊണ്ട് ഭേദത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ പാടില്ല. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമുശ്നതേ അനാദിമത് പരം ബ്രഹ്മ നസത് അന്നാസദുച്യത. ഇവിടെ ഗീത ശ്ലോകത്തെ കാണിക്കുകയാണ്. അജ്ഞേയമായിരിക്കുന്നത് ഏതൊന്നിനെ അറിഞ്ഞാലാണോ ആ മുക്തിയെ പ്രാപിക്കുന്നത്, അത് അനാദിയായ പരംബ്രഹ്മമാണ്. അതിന് സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തതാണ്. അവിടെ കാര്യകാരണ ഭേദം എങ്ങനെ വരും? അവിടെ എങ്ങനെ ഭേദം ഉണ്ടാകും? ആത്മബോധത്തിൽ പിന്നെ ഭേദം എങ്ങനെ നിൽക്കും? ഇല്ല എന്നർത്ഥം. യസ്മാക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമ അതോസ്മി ലോകി വീതേജ പ്രതിത പുരുഷോത്തമ. ഇവിടെ പുരുഷോത്തമൻ എന്ന് പറയുന്ന പരമാത്മതത്വം
അത് ക്ഷരാക്ഷരങ്ങൾക്ക് ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചാണ്. അതീതമായതാണ്. യോ മാം ഏവം അസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഇങ്ങനെ അസമ്മൂഢനായി മോഹരഹിതനായി ആത്മബോധമുള്ളവൻ ഈ പ്രാതീതികമായ കാൽപ്പനികമായ ഭ്രാന്തിക്ക് പോലും അടിമപ്പെടാതെ ആ പുരുഷോത്തമനെ ആരാണോ അറിയുന്നത് സർവവിദ്, അവൻ സർവവിത്താണ്. സർവഭാവേന മാം ഭജതി, അവൻ സർവഭാവത്തിലും എന്നെ തന്നെ ഭജിക്കുന്നു. എന്ന് വെച്ചാൽ ആ ഏകത്വത്തെ തന്നെ, അദ്വൈതത്തെ തന്നെയാണ് അവൻ ആശ്രയിക്കുന്നത്. സർവഭാവത്തിലും എന്ന് പറഞ്ഞാൽ സർവ വ്യവഹാരത്തിനും. ദ്വൈതത്തെയല്ല അവൻ ആശ്രയിക്കുന്ന അദ്വൈതത്തെയാണ്. അദ്വൈത ബോധത്തിൽ ആശ്രയിച്ചുള്ള വ്യവഹാരം എന്ന് പറയുമ്പോൾ അത് അദ്വൈത ബോധത്തിന് നിരക്കുന്നതായിരിക്കും. ഭേദബുദ്ധി വന്നു കഴിഞ്ഞാൽ അത് അദ്വൈത ബോധത്തിന് നിരക്കുന്നതല്ല. എന്തുകൊണ്ട് നിരക്കുന്നതല്ല? വ്യവഹാരത്തിൽ ഒരു തത്വജ്ഞാനി, ഈ തത്വത്തെ ഗ്രഹിച്ച ഒരാൾ വ്യവഹാരത്തിൽ വീണ്ടും ഭേദത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവിടെ രാഗദ്വേഷങ്ങളുണ്ടാവും. രാഗദ്വേഷങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഈ ഭേദബുദ്ധിയാണ്. അത് പറയാതെ സർവഭാവത്തിലും സർവാത്മന മോഹരഹിതൻ ആയവൻ എന്നെ ഭജിക്കുന്നു. അത് പറയുന്നത് എന്താണ്? ആ ആത്മബോധത്തിൽ ഉള്ള വ്യവഹാരത്തിലും അവന് സർവാത്മഭാവം തന്നെയാണ്, അല്ല അവിടെ ഭേദബുദ്ധിയില്ല. അതുകൊണ്ട് ആത്മബോധത്തിന് ശേഷം ഭേദത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല. പക്ഷെ അത് അങ്ങനെ ആത്മബോധത്തിന് ശേഷവും ഭേദബുദ്ധിയെ ചിലർ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ആർക്കും അവരവർ പറയുന്നതിന് ന്യായീകരിക്കുന്നതിനുള്ള യുക്തികൾ കിട്ടും. ആത്മബോധം അത് ശരിയാണ്, അത് തന്റെ ആത്മാജ്ഞാനത്തെ, അറിവില്ലായ്മയെ നശിപ്പിച്ചു. പക്ഷെ ജഗത്തിന്റെ പ്രതീതി അത് നശിപ്പിക്കുന്നുണ്ടല്ലോ. ആത്മബോധത്തിന് ശേഷവും പ്രതീതി എന്ന് പറയുന്നത് ദ്വൈത രൂപത്തിലാണ്. അതുകൊണ്ട് ആത്മബോധത്തിന് ശേഷവും ആ ദ്വൈത രൂപത്തിലുള്ള പ്രതീതി ആശ്രയിച്ച് വ്യവഹരിക്കണം. കാരണം വ്യവഹാരം ദ്വൈതമാണ്, ദ്വൈത രൂപത്തിലാണ്. ബാഹ്യമായി ഭേദബുദ്ധിയെ സ്വീകരിക്കുക അത് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. തത്വം ഭേദരൂപത്തിൽ പ്രതീതമായാലും അതാണ് ഭേദപ്രതീതിയില്ലെന്നല്ല പറയുന്നു. ഭേദപ്രതീതി എന്തായാലും ഉണ്ടാവും. ശബ്ദം, സ്പർശം, രൂപം, രസം ഇങ്ങനെയുള്ള പ്രതീതി ഉണ്ടാവും തത്വബോധത്തിന് ശേഷം. പക്ഷെ വ്യവഹാരത്തിൽ ആ ഭേദത്തെ ആശ്രയിച്ചിട്ടല്ല, തത്വബോധത്തെ ആശ്രയിച്ചിട്ടാണ് വ്യവഹാരം. മറ്റത് സഹജമായി നിൽക്കുന്നതാണ് ഭേദപ്രതീതി. അതിന്റെ സ്വഭാവം അനുസരിച്ച് നിന്നോളൂ. അതിനെ ആശ്രയിച്ചിട്ടാണ് ഒരുവൻ വ്യവഹരിക്കേണ്ടത്. അവന്റെ പ്രവൃത്തി അവിടെ ആ തത്വബോധത്തെ ആശ്രയിച്ചിട്ടായിരിക്കണം. ആണ് മാം ഭജതി സർവഭാവേന, സർവഭാവത്തിൽ അവൻ എന്നെ തന്നെ ഭജിക്കുന്നു എന്നാണ് അതിന്റെ സൂക്ഷ്മമായ താല്പര്യം. ഇത് വേദാത്മന സാക്ഷാത് വചനം ശ്രുതിസമ്മതം സർവാന്തര്യാമിണ ശൗരേർ നൂപേക്ഷ്യം തദ്ഭവാദൃശൈഹി. അതുകൊണ്ട് പറയുന്നു, ആരാണോ വീണ്ടും ഭേദത്തെ സ്വീകരിക്കുന്നത്, അത് ഏത് രീതിയിലായാലും ശരി, വീണ്ടും ഭേദബുദ്ധിയെ ആശ്രയിച്ച് ഭേദവ്യവഹാരം ചെയ്യുന്നത്, അവർ വേദാത്മന വേദസ്വരൂപനായ ജ്ഞാനസ്വരൂപനായ സർവാന്തര്യാമിണ സർവാന്തര്യാമിയായിരിക്കുന്ന ശൗരിയുടെ ശ്രീകൃഷ്ണന്റെ സാക്ഷാത് വചനം, ആ വചനത്തെ ശ്രുതിസമ്മതമായ ശ്രുതി പ്രമാണത്തിന് അനുകൂലിക്കുന്നതായ ആ വചനത്തെ ഉപേക്ഷ്യം
ഭവാദൃശൈഹി വീണ്ടും ഭേദത്തെ വ്യവഹാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭേദവ്യവഹാരത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവർ ഭഗവാന്റെ വാക്കിനെ ഉപേക്ഷിക്കരുത്. ശുനിചൈവ ശുപാഗേച പണ്ഡിത സമദർശിന എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തത്രൈവം സതിയോ മൂഢ കാര്യകാരണ ദർശന. അതുകൊണ്ട് ഏതൊരു മൂഢനാണോ ഈ ഭേദത്തെ കാണുന്നവൻ, പരാങ്മുഖം, അവൻ ബഹിർമുഖനാണ്. അവൻ തത്വത്തെ വിട്ടിട്ട് നാമരൂപങ്ങളെ ശ്രദ്ധിക്കുന്നു. തത്വദൃഷ്ടിയിലല്ല അതിനെ കാണുന്നത്. അജ്ഞൻ എങ്ങനെയാണോ നാമരൂപങ്ങളെ ഭിന്നങ്ങളായി കാണുന്നത്, അവൻ അതിനനുസരിച്ച് വ്യവഹരിക്കുന്നു. അതുപോലെ തത്വജ്ഞാനി വ്യവഹരിച്ചാലോ മോഹിതനായി മൂഢനായി അത് പാടില്ല എന്ന് പറയും. തത്വജ്ഞാനത്തിലെ വ്യവഹാര മര്യാദ, അത് രണ്ട് കാര്യങ്ങളാണ്. തത്വജ്ഞാനത്തിന്റെ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. തത്വജ്ഞാനത്തിന്റെ രൂപം ഏകമാണ് എന്നുള്ളതാണ്. പക്ഷെ വ്യവഹാരത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വ്യവഹാരത്തിൽ പരാമുഖനാകരുത്, ബഹിർമുഖനാകരുത്. അങ്ങനെ ആകുന്നവന് നിദധ്യ, ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞെന്താണ്? പരാദാ, അതിനുള്ള പറയുന്നവന് ഉപേക്ഷിക്കേണ്ടതാണ്. തം ആത്മകൃഷ്ണത്വ ദർശനം, ആത്മാകൃഷ്ണത്വ ദർശനം. അവൻ കൃഷ്ണദർശിയല്ല, ആ ആത്മാവിന്റെ പൂർണ്ണതയെ നേരത്തെ പറഞ്ഞല്ലോ, അവന്റെ ദർശനത്തിലൊരു അപൂർണതയുണ്ട്. ആ പൂർണ്ണതയെ ദർശിക്കുന്ന അവനെ ഉപേക്ഷിക്കണം, സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ആത്മബോധത്തിന് ശേഷം വ്യവഹാരത്തിൽ യാതൊരു തരത്തിലുള്ള ഭേദബുദ്ധിയെ ആശ്രയിക്കണം. ആത്മബുദ്ധിക്ക് അനുസരിച്ച് തന്നെ വ്യവഹരിക്കണം എന്നാണ് ശ്രുതി പറയുന്നത്. ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചതും അതുപോലെ തന്നെയാണ്. കണ്ടുകൂടെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. ബ്രഹ്മത്വം പരാദധ്യ, അത് വേറെ തരത്തിലങ്ങനെ വ്യാഖ്യാനിക്കും. ആരാണോ തന്നെ ആത്മാവ് അറിയാതെ ബ്രാഹ്മണനായി അറിയുന്നത്, ദേഹാഭിമാനിയായി അറിയുന്നത്, ക്ഷത്രിയനായി അറിയുന്നത്, അവന് തിരസ്കരിക്കണം. അവനെ അറിവുള്ളവനായി സ്വീകരിക്കരുത്, അവന് പുരുഷാർത്ഥം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതെന്താ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്.